ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇറാൻ ചർച്ചകൾ അവിടെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കൃത്യമായിട്ടുള്ള അതിൻ്റെ ന്യൂസ് കിട്ടുന്നില്ല. പക്ഷേ മെയിനായിട്ട് അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറിച്ച്ഡ് യുറേനിയം ആ ഒരു മെറ്റീരിയൽ ഇറാൻ്റെ കയ്യിലുള്ള എൻറിച്ച്ഡ് യുറേനിയം ഒഴിവാക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇല്ല എന്ന് പറഞ്ഞിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് യെസ് എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഇറാൻ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ മാറുന്ന സിറ്റുവേഷനിൽ അവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബയസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയിലേക്ക് ഇപ്പോൾ ഇറാൻ്റെ കയ്യിലിരിക്കുന്ന എൻറിച്ച്ഡ് യുറേനിയം അമേരിക്കയ്ക്ക് എടുക്കണം എന്നുള്ളതായിരുന്നു അവിടെ താല്പര്യമെങ്കിലും അത് ഇറാനും യു എസിനും അല്ലാണ്ടൊരു വ്യക്തിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇറാൻ്റെ അയൽരാജ്യമായിട്ടുള്ള റഷ്യയ്ക്ക് കൈമാറാം എന്നുള്ളതാണ് അവിടെ ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ട് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലും ഇറാനിൽ നിന്ന് കംപ്ലീറ്റ്ലി യുറേനിയം മാറുകയാണ്. എന്നാൽ അത് അമേരിക്കയിലോട്ടോ അമേരിക്കൻ കക്ഷികളിലോട്ടോ പോകുന്നില്ല എന്നുള്ളത് അവിടെ ഇറാനും ഉറപ്പാക്കുന്നുണ്ട്. അതൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഒരു വലിയൊരു കാര്യം അവിടെ ഡീൽ ചെയ്യപ്പെട്ടേക്കാം, ഓൾമോസ്റ്റ് ആകുന്ന ഒരു സിറ്റുവേഷനിൽ നിൽപ്പുണ്ട്. ഇറാൻ്റെ കയ്യിലിരിക്കുന്ന ഓയിൽ റിസർവ്സ് പുറത്ത് പോയാലേ അവർക്ക് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഒരു 2 ദിവസത്തിനകത്ത് ഉള്ള ടൈമേ ഉള്ളൂ അവരുടെ ഓയിൽ ടാങ്കേഴ്സ് ഫില്ല് ചെയ്യാൻ. അപ്പോൾ ബാക്കിയുള്ള ഓയിൽസ് ഓവർഫ്ലോ ആയിക്കൊണ്ടിരിക്കും. ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എണ്ണ ചിലപ്പോൾ കിട്ടണം എന്നില്ല. അത് കാരണം ഇറാൻ്റെ മേളിലും പ്രഷർ വരുന്നുണ്ട്. അതിന് കാരണം അമേരിക്ക വന്ന് ഹോർമസിൻ്റെ പുറത്ത് ബ്ലോക്ക് ചെയ്തതാണ്. സോ ദാറ്റ് ഇറാൻ്റെ ഓയിലും പുറത്ത് പോകുന്നില്ല എന്ന് മേക്ക് ഷുവർ ചെയ്തു. അപ്പോൾ ആരുടെ ഓയിലും പുറത്ത് പോകുന്നില്ല എന്നുള്ളതിലേക്ക് വന്നപ്പോഴേക്കും അത് പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനികൾക്ക് വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വലിയൊരു ഡീലിലേക്ക് പോകാനുള്ള സാധ്യത വളരെ ഫ്രണ്ടിലേക്ക് മെയിനായിട്ട് കാണുന്നുണ്ട്. എങ്കിൽ അത് വലിയൊരു നേട്ടമായിരിക്കും. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ സ്റ്റോക്സുകൾ കാര്യമായിട്ട് പെർഫോം ചെയ്യുന്നില്ല. ഇപ്പോൾ ഇൻഫോസിസിൻ്റെ ADR എന്ന് പറയുന്ന അമേരിക്കയിലെ ഇൻഫോസിസിൻ്റെ സ്റ്റോക്ക് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ അത് ഓൾമോസ്റ്റ് 5% ഡൗൺ ആണ്. നമ്മുടെ മാർക്കറ്റിൽ ഇന്നലെ 1% മേളിൽ അപ്പായി നിന്ന സ്റ്റോക്കാണ് ഇന്ന് 5% ഡൗണിലാണ് കാണിക്കുന്നത്. അത് കാരണം നമ്മുടെ നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഇന്ന് കുറച്ച് ലോവറായിട്ടാണ്. അപ്പോൾ 24,100 ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ, ഞാൻ ഇന്നലെ ഗ്രൂപ്പിനുള്ളിൽ മെയിനായിട്ട് പറഞ്ഞിരുന്നു മാർക്കറ്റ് ഫൈറ്റ് ചെയ്യുന്നത് 24,100ൻ്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒന്ന് വന്ന് ക്ലോസ് ചെയ്യാനായിരിക്കും. ഗ്രീൻ ക്യാൻഡിലാണ്. പക്ഷേ അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിലല്ല. ഓക്കെ, ഇനി ഇതിന് മേളിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു 180ക്ക് മേളിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ വരുമ്പോഴായിരിക്കും ആ ഒരു കയറി പോകാനുള്ള ഒരു സാധ്യത. ഇപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടും എടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റൻസും എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് മേളിൽ നിൽക്കുന്നതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് ഈ ലെവലിൽ നിൽക്കാൻ താല്പര്യപ്പെട്ടിരുന്നു. ആ താല്പര്യം ഇന്നലെ നടന്നിട്ടുണ്ട്. ഇന്ന് എക്സ്പയറി ആണ്. ഇന്നാണ് യഥാർത്ഥത്തിൽ ഇതിന് താഴേക്ക് പോകാണ്ട് മാർക്കറ്റ് മേളിലേക്ക് നിൽക്കാനുള്ളത്. സോ പക്ഷേ IT സെക്ടറിലെ സ്റ്റോക്സ് അത്ര ഓക്കെ അല്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ചാഞ്ചാട്ടം അവിടെ ഉണ്ട്. നോക്കുക, ഇന്നത്തെ ദിവസം വലിയ വോൾട്ടൈലിറ്റി വരാൻ സാധ്യതയുണ്ട്. അതായത് സെക്ടേഴ്സ് ഇപ്പോൾ റിലയൻസ് ഒരു ഡയറക്ഷനിലേക്ക് പോകാനും ബാങ്ക് ഒരു ഡയറക്ഷനിലേക്ക് പോകാനും IT വേറൊരു ഡയറക്ഷനിലേക്ക് പോകാനും ഒക്കെ ഉള്ള സാധ്യത കാരണം മാർക്കറ്റിന് 4-5 പേര് ചേർന്നിട്ട് 4-5 വഴിക്ക് പിടിച്ച് വലിച്ചു വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അതിൻ്റേതായൊരു പ്രഷറും ഹൈ മൊമെൻറ്റം ഫീൽ ചെയ്യാം. പെട്ടെന്നൊരു ക്യാൻഡിലിലെ പ്രീമിയം പെട്ടെന്ന് മൂവ് ചെയ്യുന്നു, അതുപോലെ തിരിച്ചു വരുന്നു. ഇന്നലെ ട്രേഡ് ചെയ്തുകൊണ്ട് നമ്മൾ സംഭവിച്ചു. ഇന്നലെ ഒരു കയറ്റം വന്നിട്ട് തിരിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിപ്പാവുമ്പോൾ തന്നെ പ്രീമിയം പോയി ഹിറ്റ് ചെയ്ത ടോപ്പിൽ നിന്ന് നേരെ തിരിച്ച് ബോട്ടം വന്നിട്ട് തിരിച്ച് വീണ്ടും ഈ ബോട്ടത്തിൽ നിന്ന് വീണ്ടും ടോപ്പിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതിനിടയിൽ എൻട്രി എടുത്തിരുന്ന ഏതൊരു വ്യക്തിക്കും SL ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഡയറക്ഷൻ വ്യത്യാസം വന്നിട്ടുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇന്നും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. കൃത്യമായിട്ട് SL വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു സിറ്റുവേഷൻ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ലെവൽസ് കൃത്യമായിട്ട് ഇതിനകത്ത് ഈ ഗ്രീൻ
ബേസസ് എന്ന് പറയുന്നത് ഇന്ന് ട്രേഡ് ചെയ്യാനുള്ള ലെവൽസ് തന്നെയാണ്. നിങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇത് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ മാർക്കറ്റിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഇന്നലെ പറഞ്ഞ അതേ ലെവൽ തന്നെയാണ്. 24,100ൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ 100ൽ നിന്ന് മേളിലേക്കും താഴേക്കും 4 ലെവൽസ് മാർക്ക് ചെയ്ത് വയ്ക്കുക. അതിനനുസരിച്ചിട്ടുള്ള മൊമെൻറ്റ് കിട്ടുകയാണെങ്കിൽ എടുക്കുക. സ്ട്രിങ് സ്റ്റോക്സ് ഗ്രൂപ്പ് ഒരു 4 നോക്കി വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ ബാച്ച് 13ൻ്റെ സ്റ്റുഡൻസിനകത്തും ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു. പക്ഷേ ഇപ്പോൾ എടുക്കാറായിട്ടില്ല. കുറച്ചുകൂടെ ഒന്ന് പോട്ടെ, അറ്റ്ലീസ്റ്റ് ഒരു 24,240 എങ്കിലും പോട്ടെ, എന്നിട്ട് സ്വിങ് പൊസിഷൻ എടുക്കുന്നതാണ് നല്ലത്. എടുത്തു വെച്ചിരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. SL കീപ്പ് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. നല്ല മൊമെൻറ്റും ആ എടുത്ത സ്റ്റോക്കുകൾക്കുണ്ട്. പുതിയത് എടുക്കാറായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ വളരെ കൺഫ്യൂഷനാണ്. 24,000 താഴേക്ക് എങ്ങാനും ഒറ്റ ലെവലേ ഉള്ളൂ. താഴേക്ക് വന്ന് ഇന്ന് ക്ലോസ് ചെയ്യുന്ന എവിടെയാണെങ്കിൽ പ്രീമിയംസും ഇല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസൊക്കെ പെട്ടെന്ന് 3-4% താഴോട്ട് പോകും. അത് നമുക്ക് കൺഫ്യൂസിങ് ആവും. ഒരു കംഫർട്ടബിൾ 24,000 നിന്ന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ പോയി നിൽക്കട്ടെ, എന്നിട്ട് നമുക്ക് പൊസിഷൻ എടുക്കുന്നതാണ് സേഫർ. എൻട്രി എടുക്കാൻ എല്ലാവർക്കും പറ്റും, ക്യാപിറ്റലുള്ള ഏതൊരു മനുഷ്യനും പറ്റും. സേഫായിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ ഇടയിലൊരു 3% ആ സ്റ്റോക്ക് മൂവ് ചെയ്തത് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ആ 3% എന്ന് പറയുന്നത് കംഫർട്ടബിൾ ഏരിയയിലേക്ക് സ്റ്റോക്ക് പോയി നിൽക്കുന്നതാണ്. സോ SLൻ്റെ തൊട്ടടുത്ത് നിന്നിട്ട് എടുക്കണ്ട, അതിന് കുറച്ച് മാറി എടുക്കാം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സെഷൻ. ബാച്ച് 13ൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് 2 സെഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ബാച്ചാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. ഇന്നിപ്പോൾ 28 ആയിട്ടുണ്ട്. 31 വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് ഒരു 2 സെഷൻ വെനസ്ഡേ ഈവനിങ് വരെ ആർക്കെങ്കിലും ഒരാൾക്ക്, ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ ആവശ്യം വന്നേക്കാം. വെനസ്ഡേ ഈവനിങ് വരെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. വെനസ്ഡേ ഈവനിങ് ആകുമ്പോഴേക്കും പിന്നെ എത്ര പേര് വന്നാലും അതിനകത്ത് ജോയിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.